ഹലോ കാർത്തിക. പത്മേടത്തിയുടെ ആഗ്രഹം പോലെ നന്ദിനിയും കുടുംബവും പത്മേടത്തിയുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. താങ്ക് യു. നന്ദി പറയേണ്ടത് എന്നോടല്ല, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനം എടുത്തത് പത്മേടത്തിയുടെ മകനാണ്, സൂര്യ. ഓ അത് ശരി. കുഴപ്പമൊന്നുമില്ല, ഏത് വഴിക്കായാലും അവരിങ്ങ് എത്തിയല്ലോ. പക്ഷേ അവരങ്ങോട്ടേക്ക് എത്തുമ്പോഴും എനിക്കൊരു സംശയം ബാക്കിയാണ്. എന്താ? കാല് പിടിച്ച് കെഞ്ചാൻ സുദേവനും കുടുംബവും തീരുമാനിച്ചാൽ അവരെ മറികടന്ന് ഒരു ചുവട് വയ്ക്കാൻ പത്മേടത്തിക്ക് ആവില്ല. കരഞ്ഞ് വീഴ്ത്തിക്കളയും എല്ലാം കൂടെ. അതിനേക്കാൾ വലിയ കരച്ചിൽ ഞാനും കണ്ടിട്ടുണ്ട് കാർത്തിക. എന്റെ പെൺമക്കള് കരയുന്നത്. അതിനെല്ലാം ഒരേ ഒരു കാരണം അവളായിരുന്നു, ആ നന്ദിനി. അവള് കാരണം എന്റെ പെൺമക്കള് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അനുജത്തിമാരുടെ അഭിമാനം കൊണ്ടാ ഞാൻ അവളോട് പകരം ചോദിക്കാൻ പോകുന്നത്. വരാനുള്ള തീരുമാനം ആരുടേതാണെങ്കിലും കൊള്ളാം. വന്നത് ആ കുടുംബത്തിന്റെ ശാപമാണ്. ഞാനിവിടെ ഉണ്ട്. ഏടത്തിയുടെ ഒരു വിളിക്കപ്പുറത്ത് ഏതെങ്കിലും വിധത്തിൽ ഏടത്തി തോറ്റുപോയാൽ കാർത്തികേയെന്നൊരു വിളി വിളിച്ചാൽ മതി, ഞാൻ അവിടെ വന്നിരിക്കും. ഏടത്തി ആഗ്രഹിക്കുന്നതെല്ലാം ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. എന്നെ മറികടക്കാനുള്ള ശേഷി എന്റെ മകനുണ്ട്. പക്ഷേ അവൾക്കോ അവളുടെ കുടുംബത്തിനോ അതില്ല കാർത്തികേയ. നാട്ടിൻ പുറത്തെ അന്തരീക്ഷത്തില് സകല സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന വ്യക്തികള് ഈ സിറ്റിയിലെ ശ്വാസമുട്ട് അനുഭവിക്കാൻ പോവാണ്. മുമ്പ് വല്ലപ്പോഴൊക്കെ കാണുമ്പോ അവര് പത്മയുടെ കാല് തൊട്ട് വന്നിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് പത്മയുടെ കാൽ ചുവട്ടിലാണ്. ചവിട്ടി ആരക്കും ഞാൻ. അപ്പൊ ശരിയെടുത്തി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ചേച്ചി, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചു. അപ്പൊ മുകളിലെ 2 മുറിയുടെ കാര്യം കഴിഞ്ഞു. അത് രണ്ടും അവരങ്ങ് കയ്യേറി. ഇനി താഴെയുള്ള മുറികളാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളത്. സൂര്യ, 1-2 മുറികളിൽ കട്ടിലില്ലാത്തതുണ്ട്. അതവിടെ നാളെ രാവിലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, കട്ടിലൊന്നും വേണ്ട സാറേ, ഞങ്ങള് തറയിൽ കിടന്ന് ശീലമുള്ളവരല്ലേ. നിങ്ങൾ ആരും ആ ശീലത്തിൽ ഒതുങ്ങണ്ട, വേണ്ട സൗകര്യങ്ങളൊക്കെ വന്നോളൂ. അല്ല മോളെ നന്ദിനി, അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഉണ്ടോ നോക്കിയോ? ആ, അതൊക്കെ ഞാൻ നോക്കി സർ, പാത്രങ്ങളൊക്കെ ഉണ്ട്. ആ, പിന്നെ എന്ത് സാധനങ്ങളൊക്കെയാ വാങ്ങിക്കേണ്ടത്? സൂര്യ, നീ ഇവരെ എല്ലാരെയും കൂട്ടി ഒന്ന് പുറത്തോട്ട് പോ. എന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കേ. പിള്ളേർക്ക് ഡ്രസ്സോ മറ്റോ വേണമെങ്കിൽ അതും വാങ്ങിച്ചോ. അയ്യോ വേണ്ട സർ, ഡ്രസ്സ് മറ്റൊക്കെ അവരുടെ കയ്യിലുണ്ട്. പിന്നെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ കട പറഞ്ഞു തന്നാ മതി, ഞാൻ പോയിക്കോളാം. അല്ലെങ്കിൽ അച്ഛൻ പോയിക്കോളും. അതെന്താ എന്റെ കൂടെ വരാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? എടോ, ആദ്യം തന്നെ ഈ കോംപ്ലക്സ് നിറക്കി താഴെ വയ്ക്ക്. എനിക്കില്ലാത്ത പ്രശ്നം തനിക്കെന്തിനാ, അല്ല അച്ഛാ? മുത്തശ്ശി ഈ സിറ്റിയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഓ, എവിടെന്ന്? ആ ഇട്ടാവട്ടത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമല്ലായിരുന്നോ? ഞാൻ അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഓ, എന്നോട് മോൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. കാർത്തു, പിച്ചു, നിങ്ങൾ പോയി റെഡി ആയിട്ട് വാ, പെട്ടെന്ന് വാ. നമ്മൾ പുറത്തു പോകാൻ പോവാണ്. ഓക്കെ, ഗോ ഗെറ്റ് റെഡി ഫാസ്റ്റ്. വേഗം പോ. അവരുടെ ഉത്സാഹം കണ്ടോ? നാട് വിട്ടതിന്റെയോ പുതിയൊരു സ്ഥലത്ത് വന്നതിന്റെയോ ഒരു ടെൻഷനും അവർക്കില്ല. ഇതേ നിങ്ങളും അതുപോലെ ആയാ മതി.
നമ്മൾ പെട്ടെന്ന് ഇത് കവർ ചെയ്യും അല്ല അച്ഛാ? ആ സുദേവ, ജീവിതത്തില് ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ വരും. എന്തിനു പറയുന്നു, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സൂര്യയുടെ ജീവിതത്തിലേക്ക് നന്ദിനി വന്നത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് തമ്മിലുള്ള ജീവിതം സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ മാറ്റവും. നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമൊക്കെ നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കാം. നിങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ബോധ്യം എനിക്കും സൂര്യയ്ക്കും വന്നിട്ട് അതുവരെ ഇവിടെ ഇതിനെക്കുറിച്ച് ചർച്ചയില്ല. സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മോളെ? സർ, ഇവർക്കിവിടെ ഒട്ടും പരിചയമില്ലല്ലോ. അപ്പോ 1-2 ദിവസം ഞാൻ ഇവരുടെ കൂടെ ഇവിടെ നിന്നോട്ടെ? അതിനിപ്പോ നീ അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ? അല്ലെങ്കിലും പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്നിട്ട് തനിച്ചു നിർത്താൻ പറ്റുമോ? മോള് നിന്നോ? 2 ദിവസമോ 3 ദിവസമോ മോള് നിന്നോ ഇവിടെ? ഒരു കാര്യം ചെയ്യ്, സൂര്യ കൂടി ഇവിടെ നിൽക്കട്ടെ. അയ്യോ, അത് വേണ്ട. സാറിന്റെ ശീലങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല. അതെ, അങ്ങനെ താൻ പറഞ്ഞുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഇവരിവിടെ ഒന്ന് സെറ്റിൽ ആവുന്നവരെ നമ്മൾ രണ്ടുപേരും ഇവിടെയുണ്ട്. ഓക്കെ സാറേ, ഞങ്ങളുടെ ഈ വരവ് സാറിന്റെ കുടുംബത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുത്. സുദേവ, നിങ്ങൾ വരുന്നത് ഒരിക്കലും എന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടല്ല. പിന്നെ അവിടെ ചിലര് ബുദ്ധിമുട്ടാണെന്ന് കാണിക്കാൻ ശ്രമിക്കും. നിങ്ങൾ അത് ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങൾ എന്തായാലും പുറത്തേക്കൊന്നും പോയിട്ട് വാ, ഞാനും ഇറങ്ങാം. അയ്യോ, സാറ് വന്നിട്ട് ഒന്നും കുടിക്കാൻ പോലും തന്നില്ല. അതിന് കുടിക്കാൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. അത് എല്ലാം വാങ്ങിച്ചിട്ട് വാ മോളെ, നമുക്ക് കണക്ക് തീർത്തേക്കാം. സൂര്യ, പോയി തിരിച്ചു വന്നിട്ട് എന്നെ വിളിക്കണം, കേട്ടല്ലോ? ഓക്കെ സാർ. സുദേവ, മുമ്പത്തെ സൂര്യ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ധൈര്യത്തോടെ മടങ്ങില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, ഈ കുടുംബം ഇവന്റെ കയ്യിൽ ഭദ്രമാണ്.